ആകെ തകർന്നു നിൽക്കുമ്പോഴും കൈവിടാത്ത ഒരേ ഒരു വിശ്വാസം, എനിക്കും ഒരു നാൾ വരും, എല്ലാം ശരിയാകും എന്നതാണ്. ഇതാണ്, ഈ ഒരു ചിന്തയാണ്, ഈ ഒരു ബോധ്യമാണ് പലരെയും പിടിച്ചു നിർത്തിയത്. എനിക്കും ഒരു നാൾ വരും, എല്ലാം ശരിയാകും. എന്നാൽ അത് ബൈബിളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിൽ നോക്കുന്നവൻ ഒരു നാൾ ലജ്ജിച്ചു പോകില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും നേരെയാകുമെന്നല്ല, എൻ്റെ കാര്യങ്ങളെല്ലാം നേരെയാക്കുന്ന ഒരുവനുണ്ട്. എടുത്തു പറഞ്ഞാൽ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഞാൻ ഇനി കൂരിരുത്ത താഴ്വരെ കൂടി പോയാലും പേടിക്കണ്ട. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഓർഡറാകും. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, ശത്രുക്കളുടെ മുമ്പാകെ അവൻ എനിക്ക് വേണ്ടി മേശയൊരുക്കും. നന്മയും കരുണയും ഒക്കെയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എൻ്റെ പുറകെ വരും. ദൈവത്തിലുള്ള വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും രണ്ടും രണ്ടാണ്. അപ്പോൾ ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അടുത്ത വിശ്വാസമാണ് ദൈവത്തിൻ്റെ വിശ്വാസം. ശുഭാപ്തി വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിൻ്റെ വിശ്വാസം. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡും ഹാവ് ദ ഫെയ്ത്ത് ഓഫ് ഗോഡും രണ്ടാണ്. അതായത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് പറഞ്ഞാൽ ആ മല നീങ്ങിപ്പോവും. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ എന്ന് മർക്കോസിന്റെ സുവിശേഷം 11 പറയുന്നത് ദൈവത്തിലല്ല, ദൈവത്തിൻ്റെ വിശ്വാസം. ദൈവം വിളിച്ചു വരുത്തുന്ന പോലെ വിളിച്ചു വരുത്തുക, ദൈവം പറയുന്ന പോലെ പറയുക. അപ്പം മല നീങ്ങിപ്പോകും, നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല. യേശു ദൈവത്തിൽ വിശ്വസിക്കുകയല്ല, ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വാസം വേണം. എന്നാലും ഇതൊന്നുമില്ലാത്തൊരു ഗ്രൂപ്പാണ് ശുഭാപ്തി വിശ്വാസമുള്ളവർ. ഞാൻ രക്ഷപ്പെടും, എനിക്ക് ദൈവത്തെ ഒന്നും വിശ്വാസമില്ല, പക്ഷെ ഞാൻ മിടുക്കനാണെന്നാണ് പറയുന്നത്. അവൻ്റെ ഗതി അതോ ഗതിയാണ്. അവന് സമാധാനം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, അവൻ ജയിക്കത്തുമില്ല. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പണമുണ്ടാകും, കോടികളുണ്ടാക്കാം, വലിയ എസ്റ്റേറ്റുകൾ വാങ്ങിക്കൂട്ടാം. സമാധാനം എന്ന് പറഞ്ഞ സംഭവം അത് യേശു തരുന്നതാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും, ലോകം തരുന്നത് പോലെയല്ല. യേശുവിന് സമാധാനം കിട്ടണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കണം, പിന്നീട് യേശുവിൻ്റെ വിശ്വാസത്തിൽ ജീവിക്കണം. അതിനുള്ള കൃപ ഇത് കേൾക്കുന്നവർക്കെല്ലാം യേശു തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവ് ആ യേശുവിനെ ആരാധിക്കാം. ഉന്നഴകാന കൺകൾ എന്നെ കണ്ടതാലേ முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். உன் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாயறிந்தே தேடி வந்த
പ്രിയപ്പെട്ട എന്നെ വേണ്ടുമെന്നു சொல்லி சேர்த்து கொண்ட நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். ஒன்றுமில்லாத என்னை உன் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, ஒன்றுமில்லாத என்னை உன் காருண்யத்தாலே உயர்த்தி வைத்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே, யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். നമ്മളിപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ്. 9-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, എൻ്റെ വചനത്തിൽ വസിപ്പീൻ, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ, എന്നിൽ വസിപ്പീൻ, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലുമാകണം. അതായത് ചായപ്പൊടിയെയും പാലിനെയും പഞ്ചസാരയും വെള്ളത്തെയും തമ്മിൽ ഇപ്പോൾ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ അതൊരു ചായയായി മാറി. ഇതുപോലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാനും മൂന്നും കൂടി ചേർന്ന് ഒന്നായി തീരുന്ന ഒരവസ്ഥ, അത് മനോഹരമായ ഒരു ചായയേക്കാൾ ശ്രേഷ്ഠമാണ്. വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചാണ്. അവരുടെ കൂടെ ഞാനും, അതായത് കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാണ്. പിതാവാത്മാവ്, പുത്രനാത്മാവ്, പരിശുദ്ധാത്മാവ് ആത്മാവ്, ഞാനും ആത്മാവ്. അപ്പോൾ ഈ ആത്മാക്കൾ ഒരുമിച്ച് നിൽക്കുക, കർത്താവിൽ വസിക്കുക എന്ന് പറയുന്നത് അതാണ്. 10-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പം ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാണ് സ്നേഹത്തിൽ വസിക്കുന്നത്. സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല, അത് ഒരു അനുസരണമാണ്. പിതാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുക, കൽപ്പന അനുസരിക്കുക എന്ന് പറയുന്നത്. ഒരു വീട്ടിൽ ഒരു മകൻ ഒരു മകൾ അപ്പനെ അമ്മയെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളിൽ അവർ നടക്കുകയാണ്. എനിക്കറിയാം, ഞങ്ങൾ പാർക്കുന്ന അടുത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിൽ അവർ റോഡ് സൈഡിൽ തന്നെയാണ് അവരുടെ വീടും കടയെല്ലാം. വർഷങ്ങളായിട്ട് 2 പെങ്കൊച്ചുങ്ങളാണ്. അവർ 2 പേരും നന്നായിട്ട് പഠിക്കും,
അപ്പനും അമ്മയും സഹായിക്കും. വൈകിട്ടാകുമ്പോൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ ഞാൻ കാണുന്നതാണ്, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പനെ അമ്മയും ആ കടയിൽ വന്ന് ഇരുന്ന് ആ കുഞ്ഞുങ്ങൾ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്നു, കണക്ക് നോക്കുന്നു, പൈസ വാങ്ങുന്നു, എല്ലാ കാര്യങ്ങൾക്കും ഏത് സാധനത്തിൻ്റെ വില അവർക്കറിയാം. ആ കടയിലുള്ള എല്ലാ വലിയ പലചരക്ക് കടയാണ്, അവിടുത്തെ എല്ലാ സാധനങ്ങളുടെ വില ഈ കുഞ്ഞുങ്ങൾക്ക് 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അറിയാം. അവർ കാരണം പിതാവിൻ്റെയും മാതാവിൻ്റെയും വഴിയിലാണ് അവർ. ഒരു വല്യമ്മച്ചും വല്യപ്പച്ചനും തുടങ്ങിയ കടയാണ്. അത് അപ്പനും അമ്മയും എടുത്തു. ഇപ്പോൾ പിള്ളേരിത് നല്ല പിള്ളേർ പഠിക്കാനോ ഭയങ്കര ബഹുമിടിക്കുകയാണ്. എല്ലാറ്റിനും A+ കിട്ടുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ വഴിയിൽ നടക്കും. അവർക്ക് മൊബൈൽ നോക്കിയിരിക്കാം, വീട്ടിൽ തന്നെ ആ സെറ്റിയിലിരിക്കാം, നല്ല വീടൊക്കെയാണ്. ഇല്ല, മാതാപിതാക്കളുടെ ഒപ്പം. അതായത് അത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കൂട്ടണം. ഇതൊരു ഭാരമാക്കരുത്, ഞങ്ങൾക്കങ്ങ് മേല എന്ന് പറയുന്നതിനേക്കാൾ ആ മാതാപിതാക്കളെ അനുസരിക്കുന്ന, ആ മാതാപിതാക്കളെ സഹായിക്കുമ്പോൾ, മാതാപിതാക്കളെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളിൽ നടക്കുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കൂട്ടണം, അതൊരു ആനന്ദമാക്കണം. ഇപ്പോഴത്തെ തലമുറകൾ അങ്ങനെയല്ല. അവരെല്ലാം ഓരോ മുറികളിലും മൊബൈലായിട്ടിരിക്കുന്ന തലമുറയാണ്. അപ്പനും അമ്മയൊക്കെ സഹായിക്കുന്ന തലമുറകളുടെ കാലം തന്നെ തീർന്നു എന്നൊരു ഭയം തോന്നുന്നു. ഒരു സീസൺ ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്രായത്തിൽ അങ്ങനെയായിരുന്നു. അടുത്ത തലമുറകളിൽ അത് കാണാൻ പറ്റുന്നില്ല. ഒപ്പം നിൽക്കും. നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമാണ്, ഈ ആഗ്രഹത്തിന് ഒരു കൈ നമ്മുടെ പിള്ളേരായിരിക്കണം. അപ്പോൾ അതാണ് യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു എന്നാണ്. കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കുറേ ലോയല്ല, അത് ഇഷ്ടങ്ങൾ ചെയ്യുക. അതുകൊണ്ട് പിതാവേ, ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നുവെന്ന്. അപ്പം പിതാവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതാണ് കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. അത് അവർക്ക് അവിടെ എത്താൻ കഴിയാത്തടത്ത് മക്കളാണ് എത്തുന്നത്. അതുകൊണ്ടാണ് 127 സങ്കീർത്തനത്തിൽ പറയുന്നു, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് യൗവനത്തിലെ മക്കൾ, അതിനെക്കൊണ്ട് ആവനാഴി നിറച്ച മനുഷ്യൻ ഭാഗ്യവാൻ. അതായത് വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ, വീരൻ ഒരു മരത്തിൻ്റെ മുകളിലോട്ട് നോക്കിയിട്ട് അസ്ത്രങ്ങൾ ഇങ്ങനെ വിടുകയാണ്. വീരൻ ആ മരത്തിൻ്റെ മുകളിൽ ചെന്ന് ആ മരത്തിലിരിക്കുന്ന ആ കുരങ്ങനെ പിടിക്കാൻ പറ്റില്ല. എന്നാൽ അസ്ത്രം ചെന്ന് ആ കുരങ്ങനെ താഴെയിടും. വീരന് കഴിയാത്തത് വീരൻ്റെ കയ്യിൽ നിന്ന് പോയ അമ്പിന് അത് ചെന്ന് ചെയ്തു തീർക്കാൻ കഴിയും. ഇതാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്ന് ചെയ്തത്. വീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയായിരുന്നു യേശു പിതാവിൻ്റെ കയ്യിൽ. വേഗത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു. പെട്ടെന്ന് 33.5 വയസ്സിനുള്ളിൽ കാര്യങ്ങളെല്ലാം മുഴുവനും പൂർത്തിയാക്കി. ഇതുപോലെ യേശുവിൻ്റെ കയ്യിലെ അസ്ത്രങ്ങളാണ് നമ്മൾ. യേശു ഉദ്ദേശിച്ചിടത്തെല്ലാം ചെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമക്കളായിട്ട് മാറണം. യേശു അങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതുപോലെ, അതാണ് നമ്മളവിടെ വായിച്ചത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതായത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക. കൽപ്പനകൾ അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, അത് ചെയ്യരുത്, ഇതല്ല. ഒരു വലിയ പദ്ധതിയുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കില്ല എന്ന് നമ്മുടെ യേശു പറഞ്ഞെങ്കിൽ, പാതാള ഗോപുരത്തെ തോൽപ്പിക്കുന്ന ഒരു സഭയായിട്ട് നമ്മളിവിടെ നിൽക്കണം. അതായത് പിശാച് ജനങ്ങളെ അറുക്കുന്നു, മുടിക്കുന്നു, കൊല്ലുന്നു, മദ്യപാനികളാക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു, ആത്മഹത്യ, ആക്സിഡൻറ്റ്, മദ്യം, മയക്കുമരുന്ന് എന്ന് വേണ്ട എല്ലാവിധ അനർത്ഥങ്ങളും മനുഷ്യജാതിയിൽ വരുമ്പോൾ അവിടെ ഒരു സഭ എഴുന്നേറ്റാൽ ഈ മരിക്കുന്നവരെല്ലാം ജീവിച്ച് നിത്യജീവൻ പ്രാപിച്ച്, ഈ രോഗികളെല്ലാം സൗഖ്യമായി, ഈ ഭൂതം ബാധിച്ചവരെല്ലാം അതിൽ നിന്നെല്ലാം വിടുവിക്കപ്പെട്ട്,
ഈ ഗുണ്ടാ സംഘങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ട് ദൈവമക്കളായി മാറുന്ന ഒരു സഭ ആയി നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എഴുന്നേറ്റ് വരണം. അതാണ് യേശുവിൻ്റെ സ്നേഹത്തിൽ, യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ. അതിന് വേറെ വ്യാഖ്യാനങ്ങൾ മൂലഭാഷയിൽ എന്താണെന്നൊന്നും തപ്പണ്ട. നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ സ്വപ്നത്തിന് കൂടെ നിന്ന മക്കളാണ് നമ്മൾ. എന്നാൽ അടുത്ത തലമുറയ്ക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. പല അമ്മമാരും പിള്ളേരെ ആ മാതാപിതാക്കളുടെ ഇഷ്ടത്തിൽ വളർത്തിയെടുക്കൂല. എൻ്റെ മോൾ അടുക്കളയിൽ കയറണ്ട, എൻ്റെ മോൾ ബാത്റൂം ഒന്നും കഴുകണ്ട, അവൾ പഠിക്കുകയല്ലേ. കുറെ മരമണ്ടികളെയും മരമണ്ടന്മാരെയും വാർത്തെടുക്കുന്ന ഫാക്ടറി അല്ല വീട്. നമ്മേക്കാൾ കഴിവും മിടുക്കുമുള്ളവർ, നമുക്കറിയാത്ത നല്ല കറികൾ നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാക്കണം. നമ്മൾ ചെയ്തതിനേക്കാൾ നല്ല കാര്യങ്ങൾ അവർ ചെയ്യണം. കുഞ്ഞു നാളിലെ ഒരു ട്രെയിനിങ് കൊടുക്കണം. എനിക്കറിയാവുന്ന ഒരു നല്ല ഫാമിലി ഉണ്ട്. അവർ കുഞ്ഞുങ്ങളെ മഴയത്തും വെയിലത്തും എല്ലാം വിടും. ഒരു മൂന്നാം ക്ലാസ്സിലൊക്കെ, 2ാം ക്ലാസ്സിലൊക്കെ തുടങ്ങി സൈക്കിൾ ചവിട്ടി തന്നെ സ്കൂളിൽ പോകാനായിട്ട് പഠിപ്പിക്കുകയാണ്. എവിടെയും ജീവിക്കാൻ പഠിപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് പേടി വരും. കാരണം ഞാൻ എൻ്റെ മോളും വലുതായിട്ടും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കയറി പിടിക്കും. ഇപ്പോഴും എൻ്റെ മോൻ്റെ കയ്യിൽ കയറി ഞാൻ പിടിക്കും. സ്വയപ്രാപ്തരാക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ നമ്മളൊക്കെ എങ്ങനെയൊക്കെ ജീവിച്ചെന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മുടെ പിള്ളേരെ മുന്നോട്ട് പോകാൻ വിടില്ല. സ്വയപ്രാപ്തരാക്കുക, കഴിവുള്ളവരാക്കുക, നമ്മേക്കാൾ ശ്രേഷ്ഠരാക്കുക. അപ്പം യേശു ക്രിസ്തുവിൻ്റെ സഭയിൽ വരുന്ന ഓരോ വ്യക്തികളും അതുപോലെ ആയിരിക്കണം. എല്ലാവരും ദൈവസഭ പണിയാൻ, ദൈവത്തിന് യേശുവിൽ വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരണം. അതാണ് അതിൻ്റെ അർത്ഥം. അതായത് എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് അങ്ങനെ ജീവിക്കുവാൻ യേശു നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേക്കൊരു വലിയ പദ്ധതിയുണ്ട് ഈ ഭൂമിയിൽ. അത് പുത്രനെ ഏൽപ്പിച്ചു. പുത്രൻ വിജയകരമായി പൂർത്തിയാക്കി. ആ പുത്രൻ്റെ ഇഷ്ടങ്ങൾ ഈ ഭൂമിയിൽ നടക്കാൻ ഇനിയുമുണ്ട്. ദേശങ്ങൾ വിടുവിക്കപ്പെടണം. പിശാചിൻ്റെ പിടിയിൽ നിന്ന് സഭ ജനങ്ങളെ വിടുവിക്കണം. ആ ഒരു ഇഷ്ടം ചെയ്യാൻ ഞങ്ങൾക്ക് ശക്തിയും പ്രാപ്തിയും അഭിഷേകവും തരണം. ഇത് കേൾക്കുന്നവരെല്ലാം ശക്തന്മാരായി എഴുന്നേറ്റ് വരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് നമുക്കതിനുള്ള കൃപ തരും. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കാം. നമുക്ക് നാളെ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വരാം. ഗോഡ് ബ്ലെസ് യു.